എന്നിട്ട് ഇതൊന്ന് ഇളക്കി ചൂടാറി, അതായത് ഓയിൽ ബേസ് നമ്മൾ വാട്ടറിലേക്ക് ഒഴിക്കണം. അങ്ങനെ ഇളക്കി നമ്മൾ അതൊന്ന് ഒരു കൂളിംഗ് ഒരു 45-50 റേഞ്ചിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് നമ്മളിത് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് അടിച്ചുകൊണ്ടിരിക്കരുത്, പതുക്കെ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ബബിൾസ് ഫോം ചെയ്യും. അപ്പോൾ നമ്മുടെ ക്രീമിലിങ്ങനെ അത് കൂടിച്ചേരാത്ത പോലെ കിടക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അതുകൊണ്ട് അത് വളരെ കെയർഫുൾ ആവണം. ഞാനിതിൽ പ്രിസർവേറ്റീവ് ഞാൻ ഉപയോഗിച്ചത് നമ്മുടെ ഫിനോക്സിയത്തനോളാണ്. നിങ്ങൾക്ക് എന്നിട്ട് പ്രിസർവേറ്റീവ് കൂളിംഗ് പീരീഡിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ട സാധനങ്ങൾ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് വൈറ്റമിൻ ഇ, അതുപോലെ ഫ്രാഗ്രൻസ് ഓയിൽ ഒരെണ്ണവും, പിന്നെ ലാങ്കിയില്ലേ നമ്മുടെ അതിൻ്റെ എസെൻഷ്യൽ ഓയിലും. അപ്പോൾ നമുക്ക് ഇതിനനുസരിച്ച് നിങ്ങളുടെ സ്കിന്നിനനുസരിച്ച് എസെൻഷ്യൽ ഓയിലുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സ്കിന്നിൻ്റെ പ്രോബ്ലംസ് ഫിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ എസെൻഷ്യൽ ഓയിലുകൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതിനേക്കാൾ കൂടുതൽ അറിവ് നിങ്ങൾക്ക് ഏതൊക്കെ ഹെർബ്സ് എന്തിനാണ് സ്കിൻ പ്രോബ്ലംസ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാനായിട്ട് പറ്റും. കാരണം നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ നാട്ടിൽ അവൈലബിൾ ആയതുകൊണ്ട് അതൊക്കെ ട്രൈ ചെയ്തും അതിൻ്റെ റിസൾട്ട് കിട്ടിയവരും എനിക്കറിയാം. ഞാൻ ഇതിൻ്റെ ക്ലാസ് എടുത്ത് കൊടുക്കുമ്പോൾ പലരും പറയണ കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ എത്ര രീതിയിലുള്ള ഇതുപോലെയുള്ള ചെടികളുടെയും പൂക്കളുടെയും ഇലയുടെയും ഒക്കെ ഇതെടുത്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയ കാര്യങ്ങൾ അവർ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് ഞാൻ ഇതിന് മുന്നിട്ട് വീഡിയോയിൽ പറഞ്ഞ പോലെ നമുക്ക് ഗ്ലിസറേറ്റ് ഉണ്ടാക്കിയെടുക്കാം, ഹെർബൽ ടീ ഉണ്ടാക്കിയെടുക്കാം, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ തന്നെ പല ട്രയൽ നടത്തിയിട്ട് സക്സസ് ആയ കാര്യങ്ങൾ വേണം നമ്മൾ ഈ ക്രീമുകളിൽ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇത് മറ്റേതിനേക്കാളും ഒന്നും കൂടി തിന്നായിട്ടുള്ളൊരു ഇതാണ് ഫോമുല. ഇതിൽ നമുക്ക് ഡിസ്റ്റിൽഡ് വാട്ടറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ചിഷ്ടയുടെ ടീ ഉണ്ടാക്കാം. ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ട പോലെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ഹെർബ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ക്രീമുകൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.